ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാർട്ടി സ്നാക്കാണ്. ഇത് നമ്മൾ വീടുകളിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കുമ്പോൾ അത് വാവ് എന്ന് പറയണം. അവർ അങ്ങനെ പറയുമ്പോൾ നമ്മൾക്കും ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇത് പിള്ളേർക്കും വളരെ ഇഷ്ടപ്പെടും. കാരണം ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കുറവ് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് വേണ്ടതായിട്ട് ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് എടുത്ത് പുഴുങ്ങി ഉടച്ചെടുക്കുകയാണ്. നന്നായിട്ട് നമുക്ക് ഇതേമാതിരി ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് നമ്മളൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടതായിട്ട് നമുക്ക് ഒരു സബോളയാണ്. അത് വളരെ ചെറുതായി കട്ട് ചെയ്ത് ഇടാം. ഇനി കുറച്ച് മല്ലിയിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ജീരകപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂണ്. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചിക്കൻ പൊടിച്ച് വെച്ചതാണ്, വേവിച്ച് പൊടിച്ച് വെച്ചതാണ്. അത് നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതെല്ലാനും കൂടി നമ്മൾ ഇതേമാതിരി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് വളരെ രുചിയായിരിക്കും. നമുക്ക് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതേമാതിരി നന്നായിട്ട് അധികം വെള്ളം കൂടണ്ട, കുറേശ്ശെ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതേ പരുവത്തിൽ കുഴച്ച് എടുക്കാം. നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇതേമാതിരി വലുതാക്കി നമുക്ക് പരത്തിയെടുക്കാം. നമ്മുടെ മസാലയെല്ലാം ഇതിൽ നമുക്ക് റോള് ചെയ്യേണ്ടതാണ്. ഇത് ഒരേപോലെ എല്ലാ സ്ഥലത്തും ഇതേമാതിരി നമുക്ക് പരത്തിയെടുക്കാം. കട്ടി കൂടാണ്ട് ഒരേപോലെ പരത്തിയെടുക്കാം. അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ച് വെള്ളം ഒന്ന് സൈഡുകളിൽ 2 സൈഡിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നമ്മൾക്ക് അതിലേക്ക് പരത്തി കൊടുക്കാം. എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ നമ്മൾ പരത്തി കൊടുക്കാം. ഇതേമാതിരി കുറേശ്ശെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ പരത്തി കൊടുക്കാം. ഇത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനും വളരെ നല്ലതാണ്. നല്ലൊരു സ്നാക്കാണ്. ഇതാർക്കും ഇഷ്ടപ്പെടും. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇത് നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പതുക്കനെ തേച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് റോളാക്കിയിട്ട് മടക്കിയെടുക്കാം. ഇതേപോലെ റോളായിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് മടക്കി 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 കൊടുക്കാം. അങ്ങനെ നല്ലൊരു റോളായി വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ ഇത് മുറിച്ചെടുക്കാൻ പോവുകയാണ്. മുറിച്ച് ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേമാതിരി നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ കാണാനും നമുക്ക് നല്ല ഭംഗി തോന്നുന്നില്ലേ? എല്ലാവരും നമുക്ക് ഇതേപോലെ മുറിച്ച് വയ്ക്കാം. അങ്ങനെ എല്ലാവരും നമ്മുടെ ഇതേപോലെ മുറിച്ച് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് 2 മുട്ട ഞാൻ അടിച്ചൊഴിക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ട വേണ്ടാത്തവർക്ക് വെറുതെ തന്നെയും നമ്മൾ ഓയിലിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. മുട്ടയായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മുട്ടയിൽ ഇങ്ങനെ ഒന്ന് ചെറുതായി ഒന്ന് മുക്കി കൊടുത്ത് നമുക്കതിലേക്ക് എടുത്തിടാം. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഈ മുട്ടയിൽ മുക്കി ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ എല്ലാനും വറുത്തെടുക്കാം. ചട്ടി കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് തീ കുറച്ച് വയ്ക്കാം. ഒരുവിധം നമുക്ക് ചോപ്പായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇതേമാതിരി എല്ലാനും മറിച്ചിട്ട് ഒന്ന് ചുവന്ന് വരുമ്പോൾ പിന്നെ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ റോള് തയ്യാറായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് ആവശ്യം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഒരു റോളിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യം പോലെ എത്ര റോള് വേണമെങ്കിലും ഇതേമാതിരി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഞങ്ങളുടെ വേറെ സ്നാക്കുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.